എനിക്ക് ഈ ദുരാത്മാവ് ആ കുട്ടിയുടെ വയറ്റിൽ ജന്മമെടുത്തത് മുതലാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടായത്. ഇനിയും അത് കൂടിക്കൊണ്ടേയിരിക്കും. എല്ലാവർക്കും അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. ഇതിനൊരു പരിഹാരം ഉണ്ടെന്നല്ലേ ജ്യോത്സ്യം പറഞ്ഞത്? അതെന്താ? ഒരു പരിഹാരേ ഉള്ളൂ. ആ ദുരാത്മാവ് നിങ്ങളുടെ തറവാട്ടിൽ ജനിക്കാൻ പാടില്ല. എന്താ ഇത്? ഒരു കുഞ്ഞ് ജനിക്കുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കോ? ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഈ കുഞ്ഞിനായി പല നേർച്ചകളും വഴിപാടും ഒക്കെ നടത്തിയതാ അവർ രണ്ടുപേരും. അർച്ചനയ്ക്ക് സർവഗുണ സമ്പന്നനായ ഒരു ആൺകുട്ടി ജനിക്കുമെന്ന് അവിടുത്തെ പൂജാരിമാര് അനുഗ്രഹിച്ചു പറഞ്ഞിട്ടുള്ളതാ. എല്ലാം തെറ്റിപ്പോകും. നിങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നത് പോലെ അല്ല ഇനി സംഭവിക്കാൻ പോകുന്നു. ആ ജനനം സർവനാശത്തിന്റെ തുടക്കമായിരിക്കും. ഇതിൽ നിന്ന് ആ വീടിനെയും അവിടെയുള്ളവരെയും രക്ഷിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആ കുഞ്ഞ് ഈ ഭൂമിയിൽ പിറക്കാതിരിക്കുക. ജനിക്കാത്ത കുഞ്ഞിന് ജാതകദോഷം ഉണ്ടോന്ന് വിവരദോഷികൾ ചോദിച്ചേക്കാം. ഇത് ജാതകദോഷമല്ല, പൂർവജന്മ പാപങ്ങളുടെ ഒഴുക്കാണ്. അതിലെല്ലാം തകർന്നു പോകും. ഇന്നുള്ളതെല്ലാം ഇല്ലാതാകും. അതിൽ നിന്നും രക്ഷ നേടണമെങ്കിൽ ആ ജനനം തടഞ്ഞേ പറ്റൂ. ഇപ്പോ നല്ല ഹോസ്പിറ്റലുകൾ ധാരാളം ഉണ്ടല്ലോ. പരിഹാരം ആ വഴിക്കുമാകാം. അയ്യോ ജ്യോത്സ്യരെ, കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്ന് ഞങ്ങൾ എങ്ങനെ അവരോട് പറയും? അതൊന്നും പറ്റില്ല. അല്ലാതെ എന്തെങ്കിലും പരിഹാരമാർഗമുണ്ടോ? ഒരു കുഞ്ഞിനു വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചു. ഒരുപാട് കാലത്തെ ചികിത്സകൾ നടത്തി നിധി പോലെ കിട്ടിയ കുഞ്ഞ് അവളുടെ വയറ്റിലുള്ളത്. അതിനെ ഇല്ലാതാക്കാൻ ഞങ്ങൾ എങ്ങനെ പറയും? എന്തു വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ കണ്ടത് പറഞ്ഞു, അത്രയോ. ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ തന്നെ പറ, നിങ്ങളുടെ സഹോദരന്റെ ജീവന്റെ കാര്യത്തിൽ ഞാൻ എങ്ങനെ ഉറപ്പ് പറയും? ഇന്നലെ രാത്രി അവൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്റെ പണി പോയേനെ. അവൻ കിടന്ന സ്ഥലത്ത് കൊലക്കേസിൽ പ്രതിയായിട്ട് ഞാൻ കിടന്നേനെ. എന്റെ പിള്ളേരുടെ ഭാഗ്യം, അല്ലാതെ എന്തു പറയാൻ? ഞാനിതൊന്നും നിങ്ങളെ പേടിപ്പിക്കാൻ പറഞ്ഞതല്ല. യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് വെറുമൊരു MACT കേസ് മാത്രമാണ്. പക്ഷെ സ്വന്തം സഹോദരിയെ കൊന്നവനെ അവൻ തുണ്ടം തുണ്ടമായി വെട്ടിനുറുക്കും. അതെനിക്ക് ഉറപ്പാ. എന്റെ ജൂറി സെക്ഷനിൽ ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നവും ഉണ്ടാതിരിക്കാൻ വേണ്ടിയാ ഞാൻ അനൂപിനെ അറസ്റ്റ് ചെയ്തത്. പോലീസിൽ എനിക്ക് താഴെയും മുകളിലുമുള്ള ഒരുപാട് ഓഫീസർമാർ അവന്റെ കിമ്പളം പറ്റുന്നവരാ. അതുകൊണ്ടാ ഇന്നലെ രാത്രി ഈ പോലീസ് സ്റ്റേഷനുള്ളിലായിട്ട് പോലും അനൂപിനെതിരെ കൊലപാതക ശ്രമം ഉണ്ടായത്. അന്നേരം പോലീസുകാർ ഇടപെട്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യും സാർ? അനുപെട്ട ഒരു പാവം. ഇതൊന്നും താങ്ങാനുള്ള ശക്തി അദ്ദേഹത്തിനില്ല. അതെനിക്കും അറിയാം. സാർ തന്നെ ഇതിനൊരു വഴി പറഞ്ഞു തന്നേ പറ്റൂ. സാർ പറയുന്ന പോലെ ഞങ്ങൾ ചെയ്തോളാം. അതിനുവേണ്ടി എത്ര പണം വേണമെങ്കിലും ഞങ്ങൾ മുടക്കാം. ആ മധുവിന് കോമ്പൻസേഷനായി എത്ര പണം വേണമെങ്കിലും ഞങ്ങൾ കൊടുക്കാം. കോമ്പൻസേഷനായിട്ട് പണം കൊടുത്തൊതുക്കാനൊന്നും പറ്റില്ല. അവന്റെ പെങ്ങളെ വണ്ടി ഇടിച്ചു കൊന്ന ഒരുത്തിന്റെ കയ്യിൽ നിന്ന് അവൻ കോമ്പൻസേഷൻ വാങ്ങുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഭ്രാന്ത് പിടിച്ച അവസ്ഥയില അവൻ. ചോര കണ്ടേ ഇനി അവൻ അടങ്ങും. സർ, അനുപെണ്ണിന്റെ സഹോദരനോ? ചെങ്കൽ മധുവിന് സ്വന്തം സഹോദരിയോടുള്ള അതേ സ്നേഹം തന്നെയാ എനിക്ക് എന്റെ സഹോദരനോടുള്ളത്. ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ അനുപെണ്ണ അയാളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കാൻ പറ്റില്ല.
അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ ഏതറ്റം വരെയും പോവും. അർച്ചന, സാർ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ആളല്ലേ സാറ്, അല്ലാതെ വേറെ ആരും ഞങ്ങളെ സഹായിക്കാനില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ഞാനൊരു വഴി പറയാം. വഴിയിൽ വെച്ച് നിങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്നോ നിങ്ങളുടെ വീട്ടിൽ കയറി നിങ്ങളുടെ അച്ഛനെ തല്ലിയതിന്റെ പേരിലോ ചെങ്കൽ മധുവിനെതിരെ നിങ്ങൾ ഇപ്പോൾ ഒരു കേസും കൊടുക്കാൻ പാടില്ല. പകരം ഒരു കോംപ്രമൈസ് ടോക്കിലൂടെ ചെങ്കൽ മധുവിനെ ഇതിൽ നിന്ന് പിൻവലിപ്പിക്കണം. അതെങ്ങനെ? ഈ കേസിൽ അനൂപ് നിരപരാധിയാണെന്ന് ചെങ്കൽ മധുവിന് ബോധ്യം വരണം. അത് കൃത്യമായി തെളിയിക്കുന്ന എന്തെങ്കിലും ഡോക്യുമെന്റ്സ് അവന്റെ കയ്യിലെത്തണം. ചെങ്കൽ മധു അത് കാണണം.